ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് കൂട്ടാൻ പല യുദ്ധക്കപ്പലുകളും സേനയുടെ ഭാഗമാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത സഹകരണത്തോടെ നിർമ്മിച്ച INS തമാൽ സേനയുടെ ഭാഗമായി. ഇരു രാജ്യങ്ങളുടെയും അത്യാധുനിക സാങ്കേതിക വിദ്യകളും യുദ്ധക്കപ്പൽ നിർമ്മാണത്തിലെ മികച്ച രീതികളും സംയോജിപ്പിച്ച് നിർമ്മിച്ചതായതിനാൽ ഇതിന്റെ പ്രഹരശേഷി പ്രവചനാതീതമാണെന്ന് ഇന്ത്യൻ നാവികസേന തന്നെ പറയുന്നു. എന്നാൽ ഇതിലും നമ്മുടെ തലസ്ഥാനത്തിന് പങ്കുണ്ട്. ലോകത്തെവിടെ വെച്ചും ഒരു യുദ്ധക്കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായാൽ തലസ്ഥാനത്ത് നിന്ന് ആളെത്തണം. അതെ, ഇവിടെയാണ് കെൽട്രോണിന്റെ പങ്ക് വലുതാകുന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്കായി നിർമ്മിക്കുന്ന യുദ്ധക്കപ്പലുകൾക്ക് സാങ്കേതിക പിന്തുണ ലഭ്യമാക്കി ശ്രദ്ധ നേടുകയാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ. റഷ്യയിലെ യാന്തർ കപ്പൽശാലയിൽ ഇന്ത്യൻ നാവികസേന കമ്മീഷൻ നടത്തിയ 4000 T മൾട്ടിറോൾ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ യുദ്ധക്കപ്പലായ INS തമാലിലെ പ്രധാന ഭാഗങ്ങളായ എക്കോ സൗണ്ടർ, അതായത് ആഴം അളക്കുന്ന ഉപകരണം, അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നിവ കെൽട്രോൺ ആണ് നിർമ്മിച്ചത്, കൂടാതെ ഇൻസ്റ്റോൾ ചെയ്തിട്ടുള്ളതും. ഇതിനായി കെൽട്രോണിലെ വിദഗ്ധ സംഘം യാന്തർ കപ്പൽശാലയിലെത്തി വിജയകരമായി ടെസ്റ്റുകൾ പൂർത്തീകരിച്ച് ഉപകരണങ്ങൾ ഇൻസ്റ്റോൾ ചെയ്ത് പ്രാഗൽഭ്യം തെളിയിച്ചു. ഇത് കേരളത്തിനും കെൽട്രോണിനും അഭിമാനകരമാണ്. ജൂലൈ 2-ന് മുംബൈയിലെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് നിർമ്മിച്ച പ്രോജക്ട് 17A എന്ന ചാര യുദ്ധക്കപ്പലും ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്തിരുന്നു. ഇതിലെ പ്രധാന ഭാഗങ്ങളായ ലോഗ്, അതായത് വേഗത അളക്കുന്ന ഉപകരണം, എക്കോ സൗണ്ടർ, ആഴം അളക്കുന്ന ഉപകരണം, അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നിവ നിർമ്മിച്ച് ഇൻസ്റ്റോൾ ചെയ്തതും കെൽട്രോൺ ആണ്. ഇന്ത്യൻ നേവിക്കായി ലോകത്ത് എവിടെ യുദ്ധക്കപ്പൽ നിർമ്മിച്ചാലും കെൽട്രോണിന്റെ ഉപകരണങ്ങളാണ് കരുത്താവുക. നാവികസേനയുടെ യുദ്ധക്കപ്പലായ അർണാലയുടെ പ്രധാന ഭാഗങ്ങളും കെൽട്രോൺ ആണ് നിർമ്മിച്ചത്. കൂടാതെ ഭാരത് ഇലക്ട്രോണിക്സ് വഴി കുറ്റിപ്പുറത്തെ കെൽട്രോൺ ഇലക്ട്രോ സെറാമിക്സ് ലിമിറ്റഡ് സോളാർ സെന്ററുകളും നിർമ്മിച്ചു നൽകിയിരുന്നു. ലോഗിന്റെയും എക്കോ സൗണ്ടറിന്റെയും ഓർഡർ നേരിട്ട് കെൽട്രോണിന് നൽകുകയായിരുന്നു. അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, പവർ ആംപ്ലിഫയർ, സോളാർ സെൻസർ എന്നിവയുടെ ഓർഡർ നൽകിയത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്. ആത്മനിർഭർ ഭാരത് മിഷന്റെ ഭാഗമായി തദ്ദേശീയമായി നിർമ്മിച്ച ഈ വലിയ നാവിക യുദ്ധക്കപ്പൽ ശത്രു അന്തർവാഹിനികളെ കണ്ടെത്താനും അതിനെ നശിപ്പിക്കാനും കഴിയുന്നതാണ്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് കപ്പൽ നിർമ്മിച്ച മെയ് 8-ന് നാവികസേനയ്ക്ക് കൈമാറിയത്. മൈനുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും ഇതുവഴി സാധ്യമാകും. ഇന്ത്യൻ നാവികസേനയുടെ ഈ യുദ്ധക്കപ്പൽ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്തിനും സജ്ജമായിരുന്നു. 125 മീറ്റർ നീളവും 3900 ടൺ ഭാരവുമുള്ളതാണ് INS തമാൽ. ഇന്ത്യൻ നാവികസേനയുടെ കൂടിയ കരുത്തിന്റെ പ്രതീകം മാത്രമല്ല, ഇന്ത്യ റഷ്യ പങ്കാളിത്തത്തിലൂടെ സഹകരണ ശക്തിയുടെ ഉദാഹരണവുമാകുമെന്ന് ഇന്ത്യൻ നാവികസേന വക്താവ് കമാൻഡർ വിവേക് മധ്വാൾ പറഞ്ഞു. 2 പതിറ്റാണ്ടിനിടെ റഷ്യയിൽ നിന്ന് ഏറ്റെടുക്കുന്ന 8ാമത്തെ കപ്പലാണ് INS തമാൽ. കലിനിൻഗ്രാഡിലെ യാന്തർ കപ്പൽശാലയിലാണ് യുദ്ധക്കപ്പൽ നിർമ്മിച്ചത്. സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഉൾക്കൊള്ളുന്നതിനാൽ റഡാറിലൂടെ ശത്രുവിന്റെ കണ്ണിൽ പെടാതെ പ്രവർത്തിക്കാനാകും. നാവിക യുദ്ധത്തിന്റെ 4 മേഖലകളിലും, അതായത് വായു, ഉപരിതലം, ഭൂഗർഭം, ഇലക്ട്രോണിക് പ്രവർത്തിക്കാൻ സജ്ജമായാണ് INS തമാൽ പോരാട്ടത്തിന് ഇറങ്ങുന്നത്.